പ്രൈസ് ദി ലോർഡ്. ജീവനും വചനവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആത്മാവിൽ ജീവനും വചനവും എന്ന യേശു ശിഷ്യന്മാരോട് ഉപദേശിക്കുന്ന ഒരു വചനമാണ്. രഹസ്യങ്ങൾ, സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ യേശു അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുവാൻ നിങ്ങൾക്കാണ് വരം ലഭിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇത് ലഭിക്കുന്നില്ല. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ. അപ്പം ദൈവരാജ്യം ഒരു രഹസ്യമാണെന്ന് യേശു അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ദൈവരാജ്യം എന്നത് സമാധാനവും അനുഗ്രഹവും വചനവും ശാന്തിയും ഒക്കെ നമുക്ക് ദൈവരാജ്യത്തെ അനുഭവിക്കാം ഭൂമിയിൽ. അതിലേറ്റവും വിലപ്പെട്ടത് സമാധാനമാണ്. ഒരു മനുഷ്യന് ലഭിക്കുന്നതിൽ ഏറ്റവും വില കൂടിയ സമ്പത്താണ് സമാധാനം. അത്രയും വലിയ ഒരു സമ്പത്ത് ഈ ഭൂമിയിലില്ല. അത് യേശു തന്ന സമാധാനം. എന്റെ സമാധാനം എന്നാണ് അതിന്റെ പേര് യേശു വിളിക്കുന്നത്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടു പോകുന്നു. ലോകം തരുന്ന സമാധാനമല്ല ഞാൻ തരുന്നത്. ആ സമാധാനമാണ് ദൈവരാജ്യത്തിന്റെ സമാധാനം. യേശുവാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിന്റെ സമാധാനവും യേശു ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന സമാധാനമല്ല ഞാൻ തരുന്നത്. ഞാൻ തരുന്ന സമാധാനം നിങ്ങളിൽ നിന്നും ആരും എടുത്തു കളയാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ യേശുനാഥന്റെ പ്രബോധന ജ്ഞാനം പറയുന്നത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ സമാധാനം നമുക്ക് ലഭിക്കുന്നു. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നാം ലോകത്തിന്റെ അസ്വസ്ഥതയിൽ വീണുപോകും. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച ലിഖിതങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങളെ. അപ്പൊ നിങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാരായി തീരണം. ലോകത്തിന്റെയോ വ്യക്തികളുടെയോ ശിഷ്യന്മാരല്ല നിങ്ങൾ. പ്രത്യുത ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതും അവർ ക്രിസ്തുവിനോട് കൂടെ ഇരുന്നതുമായ ദൈവത്തിന്റെ വചനത്തിലെ ആഴപ്പെടലുകളാണത്. എന്തുകൊണ്ടെന്നാൽ ഒരുവൻ ക്രിസ്തുവിനാകുമ്പോൾ അവൻ രക്ഷ പ്രാപിച്ചു. ഒരുവൻ ക്രിസ്തുവിനല്ലാതെയാണെങ്കിൽ അവൻ ലോകത്തിൻ്റെതാണ്. യേശു അത് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ നിങ്ങളും ലോകത്തിൻ്റെതല്ല. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല. ഞാൻ എൻ്റെ പിതാവിനെ പറ്റിയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. പിതാവ് എന്നിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ സ്വമേധയാ അല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പൊ യേശുനാഥൻ പോലും ശിഷ്യന്മാർക്ക് വ്യക്തത കൊടുക്കുന്നത്, എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അവിടെ യേശു പിതാവിനെ പറ്റി മാത്രമാണ് വ്യക്തമാക്കുന്നത്. വേറെ ആരെ പറ്റിയും യേശു തിരുവചന ഭാഗങ്ങളിൽ പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? യേശു ലോകത്തിൻ്റെതല്ലാത്തതുപോലെ നിങ്ങളും ലോകത്തിൻ്റെതല്ല. അപ്പം ലോകത്തിൻ്റെതല്ലാത്ത ഒരു വചനമാണ് ദൈവ വചനം.
ഈ ദൈവവചനമാണ് യേശു ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്ന ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ഈ സുവിശേഷം ദൈവത്തിന്റെ വചനം തന്നെയാണ്. ആ വചനം ദൈവമാണ്. അപ്പൊ യേശു പിതാവിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത് ശിഷ്യന്മാരെ. യേശുവിനെ പറ്റിയല്ല യേശു പഠിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളും യേശു തനിക്കൊരു പിതാവുണ്ടെന്നും താൻ പിതാവിൽ നിന്ന് വന്നതാണെന്നും തിരിച്ച് താൻ പിതാവിലേക്ക് തന്നെ പോകുമെന്നും പിതാവാണ് തന്നെ ലോകത്തിലേക്ക് അയച്ചതെന്നും ലോകം സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാനാണ് പിതാവ് തന്നെ ലോകത്തിലേക്ക് അയച്ചെന്ന് യേശു വ്യക്തമാക്കുകയാണ്. അത് വ്യക്തമാക്കി തരുന്ന എന്തിനാണ്? ലോകത്തിൽ യേശു പിതാവിനോട് കൂടെ ദൈവരാജ്യം സ്ഥാപിക്കുന്നു എന്നതിന്റെ പൂർണ്ണതയാണത്. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാവുകയാണ്. അതുവരെ ലോകരാജ്യമായിരുന്നു. ദൈവരാജ്യം ചില പ്രവാചകന്മാരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു. എന്നാൽ യേശു വന്ന് ദൈവവചനം വഴി ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു വ്യക്തമായിട്ട് തന്റെ പിതാവിനെ പറ്റി ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതും പ്രബോധനം നൽകുന്നതും ജ്ഞാനം നൽകുന്നതും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും അടയാളങ്ങൾ കാണിക്കുന്നതും എല്ലാം യേശു തന്റെ പിതാവിനെ പറ്റിയുള്ള അറിവും കഴിവും ശക്തിയും ദൈവരാജ്യവും രഹസ്യങ്ങളും എല്ലാ ശിഷ്യന്മാരെ പഠിപ്പിച്ച് ഭൂമിയിൽ തന്റെ രാജ്യം, തന്റെ പിതാവിന്റെ ദൈവരാജ്യം സ്ഥാപിക്കുകയാണ്. അത് മനുഷ്യന്റെ ഹൃദയത്തിലാണ് ഈ ദൈവരാജ്യം യേശു സ്ഥാപിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. അപ്പൊ യേശു തന്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുക, അതിനുശേഷം അവർ ദൈവരാജ്യത്തിന് സാക്ഷ്യം വഹിക്കുക, അതിനുശേഷം ദൈവരാജ്യം ഭൂമിയിൽ സമാഗതമായി എന്ന് ലോകം അറിയുവാൻ വേണ്ടി. യേശു പിതാവിനെ പറ്റി പിതാവിങ്കിലേക്കുള്ള യാത്രയാണ്. നമ്മെ യേശു കൂട്ടിക്കൊണ്ടു പോകുന്നത് യേശു പിതാവിങ്കിലേക്കുള്ള വഴിയാണ്. അതിന്റെ വഴി യേശുവാണ്. യേശുവിലൂടെ അല്ലാതെ ആർക്കും പിതാവിങ്കിലേക്ക് കയറിപ്പോകാൻ സാധ്യമല്ലാത്തതുകൊണ്ട് യേശു പിതാവിലേക്കുള്ള വഴി. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ യേശു പിതാവിലേക്ക് വഴി കാണിച്ചു തരുവാണ് നമ്മളെ. അപ്പൊ യേശു പിതാവിങ്കിലേക്കാണ് വഴി കാണിക്കുന്നത്. യേശു വഴിയല്ല, യേശു പിതാവിങ്കിലേക്കുള്ള വഴി. അപ്പൊ യേശു പിതാവിൽ നിന്ന് വന്നുകൊണ്ട് ആ വഴി യേശു തന്നെയാണ് പിതാവിലേക്കുള്ള വഴിയും. ആ വഴിയെ പറ്റി യേശു പറയുന്നത് ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അപ്പൊ യേശു തന്നെയാണ് ആ വഴി, യേശു തന്നെയാണ് ആ സത്യം, യേശു തന്നെയാണ് ആ ജീവൻ. അപ്പൊ ഇത് മൂന്നും ഒന്നിപ്പിക്കുന്ന ഒരു സത്യമാണ് ദൈവവചനം. യേശുവിന്റെ വഴി, യേശുവിന്റെ സത്യം, യേശുവിന്റെ ജീവൻ. ഈ മൂന്നും ഒന്നിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അപ്പൊ ഈ ദൈവത്തിന്റെ വചനം യേശുവിൽ നിന്ന് പുറപ്പെടുന്നെങ്കിൽ അത് യേശു ഗുരുവും കർത്താവുമായ യേശു തന്നെ ആയിരുന്നു. യേശുവിന്റെ വചനത്തിൽ പുറപ്പെട്ട ദൈവരാജ്യത്തിന്റെ സുവിശേഷം, അതാണല്ലോ ദൈവവചനം. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാണ്. അതുകൊണ്ട് ആ വചനത്തെ പറ്റി യേശു പറയുന്നത്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല, അതേപടി ഇരിക്കും. ഗോതമ്പ് മണി നിലത്തു വീണ് അത് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല, അത് അതുപോലെ തന്നെ ഇരിക്കും.
അപ്പൊ നിങ്ങൾ ക്രിസ്തുവിനുള്ളതാണെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയം സത്യത്താൽ വിശുദ്ധീകരിക്കുന്നതാണ് ദൈവവചനം. അപ്പൊ യേശുവിലേക്ക് നമുക്ക് പല യാത്രകൾ ചെയ്യാം. എന്നാൽ യേശു പിതാവെങ്കിലേക്ക് ഒരു യാത്ര മാത്രമേ ചെയ്തുള്ളൂ. അതായത് മനുഷ്യന്റെ പാപങ്ങൾ സ്വശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിൽ ജീവന്റെ വചനം മനുഷ്യന് നൽകുവാൻ സ്വജീവൻ നൽകിയ യേശുവിന്റെ ഹൃദയശുദ്ധി നാം അറിയുന്നത് നല്ലതാണ്. അപ്പൊ യേശു ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചെന്ന് നാം ഗ്രഹിക്കണം. എത്രമാത്രം, അത് അളവില്ല. അത്രമാത്രം സ്നേഹിച്ചു. എവിടം വരെ? കുരിശു മരണം വരെ. ഉണ്ടോ? ലോകത്തെ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ലോകത്തില്ല. കാരണം ഒരു കുടുംബത്തെ പോലും പരസ്പരം സ്നേഹിക്കുന്നില്ലാത്തവനാണ് മനുഷ്യൻ. ഒരു സെക്കൻഡ് കൊണ്ട് സ്വാർത്ഥത ചിന്ത വരുന്നവനാണ് മനുഷ്യൻ. ബലഹീനതയിൽ വീണു പോകുന്നവനാണ് മനുഷ്യൻ. പാപത്തിൽ വീഴാതെ സൂക്ഷിക്കുന്ന മനുഷ്യൻ പോലും ബലഹീനതയിൽ വീണുപോകുന്നു. എന്നാൽ ക്രിസ്തു ആകട്ടെ അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചത് തിരുശരീര രക്തങ്ങൾ വഴി ജീവന്റെ വചനത്തിന്റെ ശക്തി ലോകത്തിന് വെളിപ്പെടുത്തി സ്വന്തം ശരീരം കുരിശിന് നൽകിയിട്ട് ഇവർ ചെയ്യുന്നത് എന്താണ് പിതാവേ, ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് യാചനാ സ്വരത്തിൽ ലാസ്റ്റ് വചനവും ലോകത്തിന് നൽകിയ സ്നേഹമാണ് യേശുനാഥൻ.